കോവിഡ്-19 ശേഷം വലിയ രീതിയിൽ എമർജ് ചെയ്ത് വന്നൊരു ബിസിനസ് മോഡലാണ് ഹോം ഡെലിവറി ബിസിനസ്. അതിലെടുത്ത് പറയുകയാണെങ്കിൽ ഫുഡ് ആൻഡ് ഗ്രോസറി ഹോം ഡെലിവറി. ഇതിൻ്റെ സാധ്യത 2024 വരെ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിസർച്ചിൻ്റെ പ്രൂഫ് അടക്കം കണ്ടിരുന്നു. എന്നിട്ട് പോലും കേരളത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് തുടങ്ങിയിട്ട് ഇപ്പോൾ പകുതി ആപ്ലിക്കേഷൻസും ഇല്ല. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇനി ഇങ്ങനൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ തുടങ്ങാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ മാർക്കറ്റിംഗ് ചെയ്തത് ആളുകളിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഹോം ഡെലിവറി ആപ്ലിക്കേഷൻ എങ്ങനെ പരമാവധി ഡൗൺലോഡ്സ് ക്രിയേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ മൊബൈൽ ആപ്സിന് മാക്സിമം ഡൗൺലോഡ് ക്രിയേറ്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്ത യൂസേഴ്സ് സ്ഥിരമായിട്ട് ആപ്പ് യൂസ് ചെയ്യാൻ ശീലിപ്പിക്കാനും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് വേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. അഡ്വർടൈസിംഗ് ചെയ്യുന്നത് കോസ്റ്റ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കോസ്റ്റ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എന്ത് ആക്ടിവിറ്റീസ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോഴും നിങ്ങൾ അതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു കസ്റ്റമറുടെ വാല്യൂ എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ളതും. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് മുന്നേ ചെയ്ത 2 വീഡിയോസ് നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. LTV ലൈഫ് ടൈം വാല്യൂ ഓഫ് ദി കസ്റ്റമർ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു ഉപഭോക്താവിൻ്റെ ആക്ച്വൽ വില എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടി എത്രത്തോളം സ്പെൻഡ് ചെയ്യണം, അത് എത്രത്തോളം വാല്യൂ ഉണ്ട്, അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അതിനോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് ഫണൽ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു ഫണൽ എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് രണ്ടും 5 minutes ഈച്ച് ലെങ്ത്തുള്ള വീഡിയോസാണ്. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിട്ട് തോന്നും. ഈ ഹോം ഡെലിവറി ബിസിനസ് എന്ന് മാത്രമല്ല എന്ത് ബിസിനസ് ആണെങ്കിലും സ്റ്റോപ്പിംഗ് അഡ്വർടൈസിംഗ് ടു സേവ് മണി ഈസ് ലൈക്ക് സ്റ്റോപ്പിംഗ് യുവർ വാച്ച് ടു സേവ് ടൈം. ഹെൻറി ഫോർഡ് പറഞ്ഞ കാര്യമാണ്. സോ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ബിസിനസ്സിന് വലിയൊരു പാർട്ടാണ്. ഇനീഷ്യൽ പ്രോജക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫണ്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക ചെയ്യണം. എങ്കിലും നമുക്ക് ഈ വീഡിയോയിൽ മാക്സിമം ഫണ്ട് സ്പെൻഡ് ചെയ്യാതെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങളുടെ പ്രോജക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടൊരു കസ്റ്റമറിന് ഓഫർ ചെയ്യേണ്ടതെന്നുള്ളത്. സോ കസ്റ്റമറിന് വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാം എന്നുള്ള കാര്യം ശരിയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം. സോ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് നല്ലൊരു സെല്ലിംഗ് പോയിന്റ് ഉണ്ടായിരിക്കണം. സോ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ സെല്ലിംഗ് പോയിന്റ് എന്നുള്ളത് ആളുകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഗ്രോസറി അല്ലെങ്കിൽ ഫുഡ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഗ്രോസറി പ്രൊഡക്റ്റുകൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതായതുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ്, ഏറ്റവും ക്വിക്കായിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കണം. സോ ആപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾ ലോഞ്ച് ചെയ്തതിന് മുന്നേ ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ട് കാറ്റഗറീസും പ്രൊഡക്റ്റും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓഫേഴ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ആപ്പ് ലോഞ്ച് ചെയ്യുന്നതോടുകൂടി തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് മാക്സിമം ഡൗൺലോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ മറക്കരുത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നു നിങ്ങളുടെ ഏരിയയിൽ ടാർഗറ്റ് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഗൂഗിളിലോ യൂട്യൂബിലോ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നേരിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ വീഡിയോ കണ്ടാൽ മതിയായിരിക്കും. ഈ വീഡിയോയിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് യൂണിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും കമ്പൈൻ ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളോട് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതിൽ ആദ്യമായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഡിസ്കൗണ്ട് കൂപ്പൺ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ് ഡിസ്കൗണ്ട് കൂപ്പൺ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ എന്നുള്ളത് എന്താണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഇ-കൊമേഴ്സ് പ്രോജക്റ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൂപ്പണാണ് ഈ കാണുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോയിൽ ഒരു എക്സ്പയറി ഡേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് 20 എന്നാണ് കൂപ്പണിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫസ്റ്റ് 20 എന്ന കൂപ്പൺ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരൊറ്റ വട്ടമാണ് ഒരു യൂസറിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. മിനിമം 100 dirhams എങ്കിലും ഓർഡർ വാല്യൂ ഉണ്ടായിരിക്കണം. അത് ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 dirhams ഡിസ്കൗണ്ട് കിട്ടും എന്നാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു കൂപ്പൺ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് വഴിയോ ഗൂഗിൾ വഴിയോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാം. ഫസ്റ്റ് ഓർഡറിന് 20 dirhams ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം. സെയിം ടൈമിൽ ഈ ഒരു കൂപ്പൺ നിങ്ങളൊരു ആക്ച്വൽ കൂപ്പണായിട്ട് തന്നെയായിട്ട് പ്രിൻറ്റ് ചെയ്യണം. എന്നാലാണ് അത് സ്റ്റോർ വഴി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ഒറിജിനൽ നല്ല ക്വാളിറ്റിയുള്ളൊരു കൂപ്പൺ തന്നെയായിട്ട് അത് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോറിൻ്റെ ഉള്ളിൽ ക്യാഷ്യർ ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോറിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ കയ്യിൽ അവർ മാനുവലി ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ കയ്യിലൊരു കൂപ്പൺ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പുതിയ ആപ്പിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഒരു 20 പേര് പുതിയ കസ്റ്റമേഴ്സ് വരാമെന്ന് വിചാരിക്കും. 30 ദിവസം കൊണ്ട് 20 പേർക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് 1-2 കൂപ്പൺസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 600 പേരിലേക്കെങ്കിലും ഈ ആപ്പ് റീച്ച് ചെയ്യാൻ പറ്റും ഒരൊറ്റ മാസം. അങ്ങനെ ഒരു 2-3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഓഡിയൻസിലേക്ക് ഈ ഒരു മെത്തേഡ് മാത്രം കൊണ്ട് തന്നെ നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞതിൽ ഈ ഒരു ക്വാളിറ്റി കൂപ്പൺ ക്രിയേറ്റ് ചെയ്താലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂപ്പൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിനൊരു വാല്യൂ ഫീൽ ചെയ്യുകയും അത് അവർ ഉപയോഗിക്കുകയും ചെയ്യും. അത് എടുത്ത് വെച്ചു അവർക്ക് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കും. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുത്തെന്ന് വരാം. ഇങ്ങനെ ഒരു ക്വാളിറ്റി കൂപ്പൺ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞതിൻ്റെ റീസൺ അത് തന്നെയാണ്. സോ ആ ഒരു കൂപ്പൺ ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ പ്രിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും.
നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമറിനോട് നേരിട്ട് നിങ്ങളുടെ ആപ്പ് റെക്കമെൻഡ് ചെയ്യുകയും ഇനി വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡെലിവറി ചെയ്യുന്നുള്ള രീതിയിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. കൂടാതെ സ്പെഷ്യൽ പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൽ പ്രോഗ്രാമുകളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു കസ്റ്റമറോട് പറയാണ് അവരുടെ ഫ്രണ്ടിന് ഈ ആപ്പ് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്യാഷ് ബാക്കോ അല്ലെങ്കിൽ റിവാർഡോ കിട്ടും. സോ ആ ഒരു രീതിയിലും അത് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമറിന് ഒരു വാല്യൂ ഫീൽ ചെയ്യും, ആ ഒരു കൂപ്പൺ ഉപയോഗിക്കും, തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. കൂപ്പൺ പ്രൊമോട്ട് ചെയ്യാനുള്ള മറ്റൊരു വഴിയാണ് നിങ്ങളുടെ സ്റ്റോറിൽ കൂപ്പൺ പ്രൊമോട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ കോമ്പറ്റീഷൻ അല്ലാത്ത മറ്റ് ബിസിനസ്സുകളിലേക്ക് നിങ്ങളുടെ കൂപ്പൺ അവർക്ക് കൊടുക്കുക. സോ അവരുടെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ കൂപ്പൺ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വളരെ എഫക്റ്റീവ് ആയിരിക്കും. മറ്റ് കസ്റ്റമേഴ്സ് അവർ ഗിഫ്റ്റായിട്ടാണ് അവരുടെ കസ്റ്റമറിന് കൊടുക്കുന്നത്. ഇന്ന ഷോപ്പിൽ അല്ലെങ്കിൽ ഇന്ന ആപ്പിൽ പോയി പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കസ്റ്റമർ ആയതുകൊണ്ട് ഇതാ നിങ്ങൾക്കൊരു കൂപ്പൺ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുമ്പോഴും ആ കൂപ്പൺ ഒരു വാല്യൂ കൊടുത്ത് തീർച്ചയായിട്ടും ആ കസ്റ്റമർ മേ ബി ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു രീതിയും ഒരു ക്രോസ് കൊളാബറേഷൻ നിങ്ങൾക്കും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ അവരുടെ ആപ്പും അവർക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തിരിച്ച് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് കൊളാബറേഷൻ അവിടെ നടക്കും. അതിൽ നിന്നും ആ ഒരു റെക്കമെൻഡേഷൻ്റെ വാല്യൂ അറിയാമല്ലോ, അപ്പോൾ അതിനനുസരിച്ചും നിങ്ങൾക്ക് മാക്സിമം ഡൗൺലോഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൂപ്പൺ പ്രൊമോട്ട് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ഫ്ലയേഴ്സ് വഴി പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള റെസിഡൻഷ്യൽ ഏരിയകളിലോ അല്ലെങ്കിൽ ബിസിനസ് ബിൽഡിങ്ങുകളോ ആണെങ്കിലും അതിൻ്റെ ഫ്രണ്ട് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ മാഗസിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നിങ്ങൾ ഫ്ലയേഴ്സ് പ്രൊമോട്ട് ചെയ്യും. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ ക്വാളിറ്റി ആയിട്ടുള്ളൊരു കൂപ്പൺ അതിൻ്റെ കൂടെ എംബഡി ആണെങ്കിൽ ആ ഒരു കൂപ്പൺ അവർ സേവ് ചെയ്ത് വെക്കാനും പിന്നീട് അത് ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. സോ ഇതും വളരെ എഫക്റ്റീവായിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടൊരു മെത്തേഡാണ്. കാരണം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനിലുള്ള യൂസേഴ്സിനെ ആയിരിക്കും. സോ ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ ഇത്രയും ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഫ്ലയേഴ്സ്. ആ ഫ്ലയേഴ്സ് സാധാരണ ഒരു ഫ്ലയർ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് എടുത്തു വെച്ചൊന്നും വരില്ല. പക്ഷേ നിങ്ങൾ അതിനോടൊപ്പം തന്നെ ക്വാളിറ്റി കൂപ്പൺ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ എംബെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൂപ്പൺ മാത്രമായിട്ട് സേവ് ചെയ്ത് വെക്കാനും പിന്നീട് അത് യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഫ്ലയർ ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഫ്ലയറിൽ ഒരു QR കോഡ് റീഡബിൾ ആയിട്ടുള്ള ഫോമാറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് വഴി സ്കാൻ ചെയ്ത് അവർക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ അതും കൂടി ഉറപ്പുവരുത്തുക. അതിനോടൊപ്പം തന്നെ കൂപ്പൺ കൂടി കൊടുക്കുക. നിങ്ങളുടെ ആപ്പിന് നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി ഫ്ലയർ ആണെങ്കിലും അത് വർത്തായിരിക്കും. ലോക്കൽ മാർക്കറ്റിങ്ങിന് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു സ്ട്രാറ്റജി. ഈ രീതിയിൽ കൂപ്പൺ പ്രൊമോട്ട് ചെയ്യുന്നതോടെ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യമാണ്, ഈ കൂപ്പണിൻ്റെ പുറകിലായിട്ടാണെങ്കിലോ ഫ്ലെയറിൻ്റെ പുറകിലായിട്ടാണെങ്കിലോ നിങ്ങൾക്ക് ഒരു റെഫറൽ പ്രോഗ്രാം കൂടി നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. റെഫറൽ പ്രോഗ്രാം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമായിരിക്കാം. നിങ്ങളെല്ലാവരും ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഗൂഗിളിൻ്റെ നല്ലൊരു എഫക്റ്റീവായുള്ള ഒരു മാർക്കറ്റിംഗ് മെത്തേഡായിരുന്നു. അത് വൈറലായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു യൂസറെ മറ്റൊരു യൂസറെ റെഫർ ചെയ്യുമ്പോൾ 2 യൂസറിനും ബെനിഫിറ്റ് കിട്ടുന്നൊരു മെത്തേഡായിരുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനുകളിലും ഒരു യൂസർ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ ഒരു യൂസറിനും പുതുതായിട്ട് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു യൂസറിനും 2 പേർക്കും ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ രീതിയിൽ നെറ്റ്വർക്ക് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു യൂസറിന് ഒരു ജെനുവിൻ കസ്റ്റമറെ റെഫർ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഡൗൺലോഡ് ചെയ്തൊരു ആക്ച്വൽ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റെഫർ ചെയ്ത പേഴ്സണ് ഒരു ക്യാഷ് ബാക്ക് കൊടുക്കുകയാണ്. കൂടാതെ ഈ റെഫർ ചെയ്യുന്ന പേഴ്സൺ പ്രൊമോട്ട് ചെയ്യുന്ന ബാനറിനുള്ളിൽ പറയുകയാണ് ഇന്ന കൂപ്പൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്ക് ഇന്ന ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ. സോ 2 പാർട്ടിക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്. അതുവഴി അത് വൈറലായി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന് ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഗൂഗിൾ പേ പ്രൊമോട്ടായി പോയ ആ ഒരു രീതി. ആ രീതിയിലും നിങ്ങൾ ആപ്പിനൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു കൂപ്പൺ പ്രൊമോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഇ-കൊമേഴ്സ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ റെഫറൽ സിസ്റ്റം എഫക്റ്റീവായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഫീച്ചേഴ്സും ലഭ്യമാണ്. എ റെഫറൽ ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോംപ്ലിമെൻറ്റ് എ ബിസിനസ് ക്യാൻ റിസീവ് എന്നുള്ളതാണ് ഫാക്റ്റ്. ഒരു പേഴ്സൺ ഒരു ബിസിനസ് മറ്റൊരു പേഴ്സണ് റെഫർ ചെയ്യുമ്പോൾ ആ റെഫറൻസ് ലഭിച്ച ഒരാൾ 4 ഇരട്ടിയോളം സാധ്യത കൂടുതലാണ് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത്. അതുമാത്രമല്ല ആ റെക്കമെൻഡേഷൻ ലഭിച്ച ആൾക്ക് 16% ഹയർ ലൈഫ് ടൈം വാല്യൂ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് മൗത്ത് പബ്ലിസിറ്റി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണ്. ഒരാൾ മറ്റൊരാളുടെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു ആപ്പിനെ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുവഴി വരുന്ന പർച്ചേസ് ഡിസിഷന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനുള്ളിൽ ഒരു റെഫറൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഒരാൾക്ക് റെഫർ ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു ഇൻട്രഡക്ടറി ഓഫേഴ്സും വാല്യൂം ആപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും വേണം. പ്രിൻറ്റ് ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആപ്പ് നിങ്ങളുടെ കസ്റ്റമറിലേക്ക് എത്തിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റോറിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരിക്കുന്ന പോലെ നിങ്ങളൊരു പുതിയ ഡെലിവറി സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ QR കോഡൊക്കെ വെച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് അത് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല വളരെ ക്രിയേറ്റീവായിട്ട് ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് സ്റ്റോറിൽ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങളുടെ കസ്റ്റമറിലേക്ക് നിങ്ങളുടെ ആപ്പ് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആളുകളുടെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ബില്ല് കൊടുക്കുന്ന സമയത്ത് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ അവർക്ക് കൂപ്പൺ കോഡ് കൊടുക്കുമ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് അവരുടെ മൈൻഡിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ സ്റ്റോറിൽ
സ്റ്റോറിൻ്റെ ഉള്ളിലും ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് കൂടി നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന ബിസിനസ്സിൽ പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഐഡിയാസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കഫേയുടെ ഉള്ളിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ബാനർ സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഒരു QR കോഡ് അടക്കം. എന്നിട്ട് പറയാണ് സ്കാൻ QR കോഡ് ടു ഗെറ്റ് 30% ഓഫ് ഓൺ യുവർ പർച്ചേസ്. അപ്പോൾ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 30% ഓഫ് കിട്ടുമെന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലും ഇത് വളരെ അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. സോ ആ ഒരു ക്രിയേറ്റിവിറ്റിയിനുള്ളിലും നിങ്ങളുടെ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ് ഷോപ്പിനുള്ളിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ അടുത്തൊരു കാര്യമാണ്, ഒരു റെസ്റ്റോറൻ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ ടേബിളിനുള്ളിൽ തന്നെ വെക്കുന്ന മെനു ബോർഡുകളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇതേപോലുള്ള സ്റ്റിക്കി ആയിട്ടുള്ള മെനൂസിനുള്ളിൽ. പിന്നെ അടുത്തൊരു മെത്തേഡാണ് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന വീഡിയോ അഡ്വർടൈസ്മെൻറ്റ്. മിക്ക റെസ്റ്റോറൻറ്റുകളിലും ഇപ്പോൾ LCD TV ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന കാണാറുണ്ട്. അപ്പോൾ ആ ഒരു TVയുടെ ഉള്ളിൽ നിങ്ങളുടെ ആപ്പിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ആ ഷോപ്പിൽ വരുന്ന ആളുകളുടെ അറ്റൻഷൻ ലഭിക്കുവാനും അത് ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു അഡ്വർടൈസ്മെൻറ്റും പ്ലസ് ഡെസ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു മെനു QR കോഡ് ലഭിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഒരു ഓഫർ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ സ്റ്റോറിൽ വരുന്നവരും ആ ഒരു ആപ്പ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. സോ അവർ വന്ന് കഴിക്കുന്ന പോലെ തന്നെ അവർക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഓർഡർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശ്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ രീതിയിൽ. നിങ്ങളുടെ പാക്കേജിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ആപ്പ് പ്രൊമോട്ട് ചെയ്യാനുള്ള അവസരങ്ങളും കൂടി ഉപയോഗിക്കുക. സോ ഈ ഒരു കവർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളോട്ട് ഇരിക്കുന്നതാണ്. വാങ്ങിച്ച ഒരാളും മറ്റൊരാളും ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ക്യാരിയിങ് ബോക്സ് ആണെങ്കിൽ വഴി കൂടെ പോകുന്ന എല്ലാവരും കാണാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ആപ്പ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിന് ബ്രാൻഡ് ചെയ്യാൻ ലഭിക്കുന്ന മറ്റ് അവസരങ്ങളാണ് ഈ പിക്ചറിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു വാൻ ഉണ്ട്, അതിലാണ് ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഒരുപാട് ആൾക്കാർ ആ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ കാണാൻ സാധ്യതയുണ്ട് ആ ബ്രാൻഡ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡെലിവറി വെഹിക്കിളും ബ്രാൻഡിങ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ കസ്റ്റമറിന് ഒരു ഫ്രിഡ്ജിമ്മ ഒട്ടിക്കുന്ന മാഗ്നറ്റ്, അപ്പോൾ ആ മാഗ്നറ്റിൽ നിങ്ങളുടെ ആപ്പൊക്കെ അഡ്വർടൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ഫ്രിഡ്ജൊക്കെ കിച്ചണോ അടുത്തായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. സോ അവർ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർക്ക് ഓർമ്മ വരികയാണെങ്കിൽ അതുവഴി സാധ്യതയുണ്ട് അവർ അപ്പോൾ ആപ്പ് എടുത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർഡർ ലഭിക്കാനും ഉള്ള രീതികളൊക്കെ. വളരെ ലോങ് ടൈമിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ് ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ. അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അതിനുവേണ്ടി ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല മറ്റ് ബ്രാൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾ സെല്ല് ചെയ്യുന്ന ടിഷ്യൂ പേപ്പേഴ്സിനൊക്കെ നിങ്ങൾ തന്നെ ഒരു ബ്രാൻഡിങ് സെറ്റ് ചെയ്യുക, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാരിയേഴ്സ് കൊടുക്കുക. സോ ഇവർ ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ ആപ്പോടെ പോയിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യിപ്പിക്കാനും ഡൗൺലോഡ് ചെയ്ത ആപ്പ് മാക്സിമം യൂസ് ചെയ്യാനും ഒക്കെ അവർ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസ് അടക്കം. പിന്നെ അടുത്തായിട്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും യൂസേഴ്സ് ഗ്രോസറി ഡെലിവറി അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി എന്നൊക്കെ സെർച്ച് ചെയ്ത് ആപ്പ് കാണുമ്പോൾ മറ്റ് ആപ്പുകളുടെ കൂടെയായിരിക്കും നിങ്ങളുടെ ആപ്പും വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങളുടെ ആപ്പിന് മാക്സിമം റേറ്റിംഗും മീനിങ് ഫുൾ ആയിട്ടുള്ള റിവ്യൂസും ഡൗൺലോഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ അത് കൂടുതൽ ഡൗൺലോഡ് ചെയ്യാനും യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടും. സോ നിങ്ങളുടെ ആപ്പിന് തന്നെ ഇനീഷ്യലി ലോഞ്ച് ചെയ്യുന്നതോട് കൂടി തന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിൽ നിന്ന് തന്നെ മാക്സിമം ഫ്രണ്ട്സും ഫാമിലിയിൽ നിന്നൊക്കെ ഡൗൺലോഡ്സ് ക്രിയേറ്റ് ചെയ്യാനും അതിൽ നല്ല റിവ്യൂസ് എൻ്റർ ചെയ്യാനും ശ്രമിക്കുക. പിന്നെ അടുത്തായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുക. ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ്, ഗൂഗിൾ ഡിസ്പ്ലേ ആഡ്സ്, യൂട്യൂബ് ആഡ്സ് എന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഒരു 20ഓളം വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. സമയത്തിനനുസരിച്ച് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂസ് പോർട്ടൽസ് ഒക്കെ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ചാലക്കുടി ആണെങ്കിൽ ചാലക്കുടിയിലൊരു ന്യൂസ് പോർട്ടൽ, ഇരിഞ്ഞാലക്കുടി ആണെങ്കിൽ ഇരിഞ്ഞാലക്കുടിയിൽ ഒരുപാട് ന്യൂസ് പോർട്ടൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ ആ ഒരു സിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അഡ്വർടൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മാഗസിനാണ്, ഡിജിറ്റൽ മാഗസിൻ ആയിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഡൗൺലോഡ്സ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും വാട്സപ്പിലാണെന്നുണ്ടെങ്കിലും മിക്കതും ആ ഒരു ലൊക്കാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ആ ഒരു ലൊക്കേഷനിൽ ഒരു പുതിയൊരു ഡെലിവറി സർവീസ് വന്നുള്ള കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുവഴി തീർച്ചയായിട്ടും ഡൗൺലോഡ്സ് വരും. ആക്ച്വലി നിങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യം പോലെ തന്നെ യൂസറിൻ്റെ ആവശ്യം കൂടി തന്നെയാണ്. നിങ്ങൾക്ക് സെയിൽസ് കൂടുതലായിട്ട് നിങ്ങളത് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു യൂസറിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക എന്നുള്ളത് അവർക്കും ആവശ്യമുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ആളുകൾ അംഗീകരിക്കും, അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോക്കൽ ഗ്രൂപ്പുകളിലും കാര്യങ്ങളിലും എല്ലാം നിങ്ങളുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാനർ ഡിസൈൻ ചെയ്യുക, വീഡിയോ ക്രിയേറ്റ് ചെയ്യുക ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ആപ്പിലേക്കുള്ള ലിങ്കോ QR കോഡോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. അടുത്തായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. നിങ്ങൾ എൻ്റെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ലൊക്കേഷനിൽ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനിൽ നിന്നും ഫോളോവേഴ്സ് കൂടുതലുള്ളൊരു ഇൻഫ്ലുവൻസറിന് നിങ്ങളുടെ ബിസിനസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അവർക്കൊരു പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം പിക്ചറിൽ കാണാൻ പറ്റും അറൗണ്ട് 8,000 ലൈക്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസർ അതിന് ക്രിയേറ്റീവായിട്ടൊരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് നല്ലൊരു റിവ്യൂ റൈറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ആ ബിസിനസ്സിനെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ ബിസിനസ്സിന് മാക്സിമം ഫോളോവേഴ്സ് കിട്ടാനുള്ള സാധ്യതയും ഈ ഒരു ക്യാമ്പയിനിൽ നിന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ അൺബോക്സിംഗ് വീഡിയോ ആണെന്നുണ്ടെങ്കിലും റിവ്യൂ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇൻഫ്ലുവൻസർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലോക്കൽ ഓഡിയൻസിലേക്കോ മാക്സിമം റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്.
അടുത്തായിട്ട് യൂസേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വളരെ എഫക്റ്റീവാണ്. ഫോർ എക്സാമ്പിൾ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ സംസാരിച്ച പോലെ ഒരു റെഫറൽ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പ് റെഫറലിന് ഒരു റിവാർഡ് കൊടുക്കുന്ന രീതിയിലൊരു കോൺടെസ്റ്റ് റൺ ചെയ്യുക. സോ ആളുകൾ മാക്സിമം സോഷ്യൽ മീഡിയാസ് വഴി പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ ആപ്പിനും ബ്രാൻഡിനും ഒക്കെ ഡൗൺലോഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആ ഒരു റെഫറൽ ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് റെഫറൽ ക്വാളിഫൈ ആവാൻ വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക, അങ്ങനെയുള്ള ടേംസോ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും കോൺടെസ്റ്റുകൾ, ഇപ്പോൾ ഒരു ഫുഡ് കോൺടെസ്റ്റ് റൺ ചെയ്യുന്നു, അപ്പോൾ അതിനൊരു വിന്നറെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് കോൺടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം തന്നെ അവർ റൈറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ആപ്പിൻ്റെ ലിങ്ക് വെക്കുകയോ നിങ്ങളുടെ പേജ് മെൻഷൻ ചെയ്യുമോ, അങ്ങനെ എന്ത് ആക്ടിവിറ്റീസും കൂടി നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. വെച്ചാൽ നിങ്ങളുടെ ബ്രാൻഡും നിങ്ങളുടെ ആപ്പും കൂടുതൽ ആളിലേക്ക് ഈ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു റിവാർഡ് ഗീവ് അവേ ഒക്കെ വഴി എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. യൂസേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള മറ്റ് എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഗെറ്റ് 250 AED വൗച്ചർ ഗിഫ്റ്റ് ഗീവ് അവേ കോൺടെസ്റ്റ്. അതിനാകെ ചെയ്യേണ്ട ഒരു കാര്യം പേജ് ലൈക്ക് ചെയ്യുക, ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, 3 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റാൻഡമലി ഒരു യൂസർ സെലക്ട് ചെയ്ത് അവർക്കൊരു ഗീവ് അവേ കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനനുസരിച്ച് നിങ്ങളൊരു കോൺടെസ്റ്റ് റൺ ചെയ്യുക. ഇതിനുള്ള പറയുന്നുണ്ട് 2 ഫ്രണ്ട്സിനെ ടാഗ് ചെയ്തിട്ട് ഇവരുടെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. അവരുടെ ഫുഡിൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക, അവരെ ടാഗ് ചെയ്തിട്ട്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ എൻഗേജ് ലഭിക്കുന്ന, ലൈക്കും ഷെയർസും ഫോളോവേഴ്സിൽ കമൻറ്റൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റിനായിരിക്കും ചിലപ്പോൾ റിവാർഡ് കൊടുക്കുന്നത്. സോ ആ ഒരു ആക്ടിവിറ്റി നടക്കുന്ന വഴി ഈ ഒരു ബിസിനസ്സാണ് ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും, അതിനുള്ള ഇൻവോൾവ് ആയിരിക്കുന്ന എല്ലാവർക്കും. അതുവഴിയും ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യും, അതിനനുസരിച്ച് ആ ഒരു ആപ്പിൻ്റെ ഒരു ജെന്വിനിറ്റിയും അതോറിറ്റിയും ഒക്കെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. സോ അതുവഴി നിങ്ങൾക്ക് മാക്സിമം ഡൗൺലോഡ്സ് ലഭിച്ചൊരു ആപ്പാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ വീണ്ടും വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിക്കും. സോ നിങ്ങളുടെ ആപ്പ് മാക്സിമം ആളുകളിലേക്ക് ഇങ്ങനെയുള്ള പല ആക്ടിവിറ്റീസായിട്ട് എപ്പോഴും ചെന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഉള്ളിൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഇതൊക്കെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാർക്കറ്റിങ്ങിൽ വളരെ ബേസിക് ഉള്ള ഒരു കോൺസെപ്റ്റാണ് കസ്റ്റമേഴ്സിനെ ആഡ്സ് യൂസ് ചെയ്തിട്ട് അട്രാക്ട് ചെയ്യുക എന്നുള്ളതും അവർ നമ്മുടെ കസ്റ്റമേഴ്സാക്കി മാറ്റുക എന്നുള്ള കാര്യം, പിന്നെ ആ കസ്റ്റമേഴ്സിനെ നിലനിർത്തുക എന്നുള്ള കാര്യം. അപ്പോൾ അതിനുള്ള ഒരു കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ പുതിയൊരു കസ്റ്റമർ എപ്പോഴും തേടി പോകുന്നതിന് മുന്നായിട്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നല്ല ഓഫേഴ്സും റിവാർഡ്സ് ഒക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് പുതിയൊരു കസ്റ്റമേഴ്സ് വരുന്നതിനായിട്ടും കൂടുതൽ പർച്ചേസ് ചെയ്യാനും കൂടുതൽ പർച്ചേസ് വാല്യൂ ഉള്ള ഓർഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും സാധ്യത എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ റിട്ടൻഷൻ റേറ്റ് ഒരു 5% കൂട്ടിയാൽ തന്നെ 25% to 95% വരെ ചേഞ്ച് നിങ്ങളുടെ ടോട്ടൽ റവന്യൂവിൽ ഉണ്ടായിരിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഒരു ആവറേജ് എല്ലാ ബിസിനസ്സിൽ നിന്നും സാമ്പിൾ എടുത്തുകൊണ്ട് ചെയ്തൊരു സ്റ്റഡീസിലൊക്കെ പറയുന്നത്. സോ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനുള്ള സ്ട്രാറ്റജീസും നിങ്ങൾ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓഫേഴ്സ് കൊടുക്കുന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആണെങ്കിലും വെബ്സൈറ്റിലാണെങ്കിലും ഇപ്പോൾ ഈ കാണുന്ന പോലെ നിങ്ങൾ സ്ഥിരമായിട്ട് ഓഫേഴ്സ് കൊടുക്കണം. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവരെപ്പോഴും ആപ്ലിക്കേഷനിലോ വെബ്സൈറ്റിലോ വന്നാലും സെയിം ഓഫർ തന്നെയാണെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കില്ല. സോ നിങ്ങൾ റാൻഡംലി മിക്കപ്പോഴും ഇത് ഓഫേഴ്സ് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മാത്രമല്ല സീസണലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഹൈലൈറ്റ് ചെയ്യുക. ഫ്രൂട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുവിധം പ്രൊഡക്റ്റുകളൊക്കെ സീസണലായിരിക്കും. സോ ആ പ്രൊഡക്റ്റുകൾ മാക്സിമം ഹൈലൈറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ ഷോപ്പിൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്, ആളുകളെ വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ബാനേഴ്സൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കൊമേഴ്സ് സിസ്റ്റത്തിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പുതിയ പ്രൊഡക്റ്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നുള്ള ഒരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ അറൈവൽസ് എന്നൊക്കെ ക്ലിക്ക് ചെയ്ത് ആ ന്യൂ അറൈവൽസുകൾ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ ഫ്രീക്വൻലി പർച്ചേസർ നമ്മുടെ ഈ കൊമേഴ്സ് സിസ്റ്റത്തിലുള്ള ഒരു ഫീച്ചറാണ് ഫ്രീക്വൻലി പർച്ചേസർ. ഇത് ഈ യൂസറിനെ സ്പെസിഫിക് ആയിരിക്കും. ഇപ്പം ഞാൻ ലോഗിൻ ചെയ്തുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന പ്രൊഡക്റ്റുകളായിരിക്കും കാണാം. അപ്പോൾ ഇതൊക്കെ ഒരു ഗ്രോസറി ആപ്ലിക്കേഷനിൽ വേണ്ട ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് വഴി കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് എൻഗേജ് ചെയ്ത് നിലനിർത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ മന്ത്ലി ഗ്രോസറി സ്റ്റൈൽ. അപ്പോൾ 1st മുതൽ 10th വരെ അപ്പോൾ ആളുകൾക്ക് സാലറി ഒക്കെ കിട്ടി മന്ത്ലി ക്യാഷ് കയ്യിലിരിക്കുന്ന സമയത്താണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ നിങ്ങൾ ആപ്പ് വഴി പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ വീക്കെൻഡിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ടൈം ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ടൈം നോക്കി പ്രൊമോട്ട് ചെയ്യുന്നു. സോ നിങ്ങൾ ആ ഒരു ടൈമും ഡേറ്റും അതൊക്കെ പ്ലാൻ ചെയ്തു, സീസണും അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഓഫറുകളും കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു ബാനറിൽ കാണാം പേ ഡേ സെയിൽ, മന്ത്ലി സ്റ്റാർട്ട്, സാലറി ഇൻ കേട്ടോ. ഈ രീതിയിൽ വരെ പ്ലാൻ ചെയ്യാണ്. ആ മന്ത്ലി ഒരുമിച്ച് വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ ഒരുമിച്ച് ബണ്ടിലായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. സോ ഇത്രയും ഡിസ്കൗണ്ടുകൾ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു ചാനലാണ് ആപ്ലിക്കേഷൻ്റെ പുഷ് നോട്ടിഫിക്കേഷൻ വഴി. ഇപ്പം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഈ കൊമേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്ഥിരമായിട്ട് മാർക്കറ്റിംഗ് ഫണലിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ് ഇമെയിൽ നോട്ടിഫിക്കേഷൻ, SMS, വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ പുഷ് നോട്ടിഫിക്കേഷൻ, അതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്ര പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു പുഷ് നോട്ടിഫിക്കേഷൻ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈലിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ
ഒരു ഇമേജ് അടക്കം നിങ്ങളുടെ ഓഫർ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് തുറന്നു വന്ന് ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിലേക്കോ കാറ്റഗറിയിലേക്കോ പേജിലേക്കോ ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. SMS-ൻ്റെ പോലും ഇമെയിലിൻ്റെ പോലും ഒട്ടും കോസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചറും ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഇ-കൊമേഴ്സ് സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. അതും കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ പുഷ് നോട്ടിഫിക്കേഷൻ വഴി കൂപ്പൺ സെൻഡ് ചെയ്യാം. സോ മേ ബി ആ കൂപ്പൺ അവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൂപ്പൺ മറ്റുള്ളവർക്ക് അവർ ഷെയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ കൂപ്പൺ പ്രിന്റഡ് ആയിട്ട് എക്സിസ്റ്റിംഗ് യൂസറിന് തന്നെ വീണ്ടും ഷെയർ ചെയ്യാം, അവർ ആപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എൻഗേജ് ചെയ്യാനായിട്ട്. പിന്നെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ചു, അവരൊരു പർച്ചേസ് നടത്തി, അപ്പോൾ അവർക്ക് ഒരു ക്യാഷ് ബാക്ക് ലഭിക്കുകയാണ്. പക്ഷേ ആ ഒരു ക്യാഷ് ബാക്ക് അവർക്ക് വാലറ്റിലേക്കാണ് ലഭിക്കുന്നത്, ഓൺലൈൻ വാലറ്റായിട്ട്. ആ ഒരു വാലറ്റ് അവർക്ക് നെക്സ്റ്റ് പർച്ചേസിലാണ് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു കസ്റ്റമർ വീണ്ടും ആപ്പിലേക്ക് വെബ്സൈറ്റിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആ ഒരു രീതിയിൽ നിന്നും കസ്റ്റമർ റിട്ടേൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ഫീച്ചറും ഒരു ഓൺ ഡിമാൻഡ് ഡെലിവറി ഗ്രോസറി ആളുകൾ സ്ഥിരമായിട്ട് വാങ്ങിക്കേണ്ട ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഫീച്ചറാണ്. അപ്പോൾ ആ ഒരു ഫീച്ചറും ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഇ-കൊമേഴ്സ് സിസ്റ്റത്തിൽ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലുള്ള ഓഫേഴ്സ് എല്ലായ്പ്പോഴും എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കാനായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനായിട്ട് കസ്റ്റമർ ഗ്രൂപ്പിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഓഫർ ചെയ്യുന്ന ഇ-കൊമേഴ്സ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കസ്റ്റമർ ഗ്രൂപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പുഷ് നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യുന്നൊരു ഫോമാണ്. അതിനുള്ളിൽ നോ ഓർഡർ ഇൻ ലാസ്റ്റ് 7 days, ലാസ്റ്റ് 7 ദിവസമായിട്ട് ഓർഡർ ചെയ്യാത്തവർ, ലാസ്റ്റ് 14 ദിവസമായിട്ട് ഓർഡർ ചെയ്യാത്തവർ, 1 month ആയിട്ട് ഓർഡർ ചെയ്യാത്തവർ. സോ ഇവർക്ക് അതിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്തിട്ട് പുഷ് നോട്ടിഫിക്കേഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും പോകില്ല, നിങ്ങളുടെ ആപ്പ് ഉപയോഗിക്കാത്ത കുറച്ച് പേർക്ക് മാത്രമായിട്ട് ഒരു ഓഫർ കൊടുത്ത് അവർ സിസ്റ്റത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതിന് വേണ്ടിയുള്ള ഫീച്ചറാണത്. അപ്പോൾ ആ രീതിയിലുള്ള സ്ട്രാറ്റജിയും കസ്റ്റമർ ഗ്രൂപ്പിങ്ങും അവരുടെ ഹിസ്റ്ററിയും അവരുടെ ലാസ്റ്റ് പർച്ചേസ് ഓർഡറൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം യൂസേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇമെയിൽ ക്യാമ്പയിനോ SMS ഒക്കെ സെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ വീഡിയോയിൽ പറഞ്ഞ 20ഓളം പോയിൻറ്റ്സുകൾ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്പിന് ഡൗൺലോഡ്സ് വരും. പിന്നെ ഒരൊറ്റ മെത്തേഡ് മാത്രം ഫോക്കസ് ചെയ്ത് മാക്സിമം ഡൗൺലോഡ് കിട്ടാനായിട്ട് ശ്രമിക്കരുത്. കാരണം പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ മെത്തേഡ് വഴിയും ഓരോ 10 ആപ്ലിക്കേഷനെങ്കിലും ഒരു വീക്കിൽ ഡൗൺലോഡ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പൈൻഡ് ആയിട്ട് നല്ലൊരു വോളിയം ഡൗൺലോഡ്സ് ലഭിക്കും. സോ എല്ലാ മെത്തേഡ്സും നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിന്ന് നല്ല റിസൾട്ട് വരുന്നതായിരിക്കും. ഇനി നിങ്ങളൊരു ഓൺ ഡിമാൻഡ് ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഗ്രോസറി ഡെലിവറി ആപ്ലിക്കേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, അതിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ റെഫർ ചെയ്തൊരു ആപ്ലിക്കേഷൻ ഒരു ഫുൾ ഫ്ലെജ്ഡ് ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനാണ്. ഹോം ഡെലിവറിക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തൊരു ആപ്ലിക്കേഷൻ. iOS ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അടക്കം, ഷോപ്പ് ആപ്ലിക്കേഷൻ, ഡെലിവറി ബോയ് ആപ്ലിക്കേഷൻ അടക്കം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതിനായിട്ട് താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും ഇമെയിൽ ഐഡിയും വെച്ചിട്ടുണ്ട്. 300ഓളം സ്ഥാപനങ്ങൾ 4 രാജ്യങ്ങളിലായിട്ട് ഞങ്ങളുടെ ഇ-കൊമേഴ്സ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇ-കൊമേഴ്സ് സിസ്റ്റം വളരെ ബെറ്റർ ആക്കാനായിട്ട്. സോ ഒരു ക്ലൗഡ് ഇ-കൊമേഴ്സ് സിസ്റ്റമാണ്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് സിസ്റ്റം ആയിരിക്കും ഇത്. സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിന് ഹെൽപ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ ഒന്നും മിസ് ചെയ്യാതിരിക്കാനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.